എല്ലാ ഷാലോം ടി വി പ്രേക്ഷകർക്കും സർഗോത്സവത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സർഗോത്സവത്തിൽ ഞങ്ങൾ കാർമൽ പബ്ലിക് സ്കൂൾ പാല അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. ലെറ്റ്സ് സെലിബ്രേറ്റ് ആൻഡ് എൻജോയ്. സ്നേഹമുള്ളവരെ, ഞാൻ അംഗമായിരിക്കുന്ന എൻ്റെ സന്യാസിനി സമൂഹത്തിൻ്റെ CMC സന്യാസിനി സമൂഹത്തിൻ്റെ ശതോത്തര സുവർണ ജൂബിലി വർഷത്തിലാണ് ഞാനെന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക അല്ലാതെ മറ്റൊന്നും ചെയ്യുവാനില്ല. ഈ ശതോത്തര സുവർണ ജൂബിലിക്ക് സമ്മാനമായി ദൈവം നൽകിയ വിശുദ്ധ ജാവറപിതാവിനെയും വിശുദ്ധ എപ്രാസിയാമ്മയെയും ഓർത്ത് നന്ദി പറയുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സന്യാസിനി സമൂഹം തിരുസഭയോടൊത്ത് ലോകം മുഴുവനോടൊത്ത് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന ഈ വേളയിൽ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെ മുഴുവനും ഈ സമൂഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ സഭാംഗങ്ങളെയും സമർപ്പിച്ച് നന്ദി പറയുകയാണ്. CMC സന്യാസിനി സമൂഹത്തിന് കേരളത്തിനകത്തും പുറത്തുമായി, മിഷനിലും വിദേശത്തുമായി ഇന്ന് ധാരാളം സിസ്റ്റേഴ്സ് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ധാരാളം പ്രോവിൻസുകൾ, മിഷൻ റീജിയനുകൾ ഇവയൊക്കെ പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി. CMC സന്യാസിനി സമൂഹത്തിൻ്റെ പാലാ പ്രോവിൻസിൽ 62 വർഷങ്ങൾ പിന്നിടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ നന്ദി എന്നല്ലാതെ മറ്റൊന്നും പറയുവാൻ എനിക്കില്ല. ഈ പ്രോവിൻസിന് 38 മഠങ്ങളാണുള്ളത്. 37 മഠങ്ങൾ പാലാ രൂപതയിലും ഒരു മഠം ജർമ്മനിയിലെ ഗ്ലാഡ്ബെക്കിലുമാണുള്ളത്. ഇപ്പോൾ ഈ പ്രോവിൻസിന് ഒരു മിഷൻ റീജിയൻ സ്വന്തമായുള്ളത് ജഗദൽപൂരാണ്. തലശ്ശേരി, ചാന്ത, മണിപ്പൂർ ഈ മിഷനുകളെല്ലാം പാല ആരംഭിച്ചതാണ്. അവയെല്ലാം ഇന്ന് സ്വതന്ത്ര പ്രോവിൻസുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 50ാം വാർഷികവും ഘോഷിച്ചു കഴിഞ്ഞിരിക്കുന്ന ഈ 3 പ്രോവിൻസുകൾക്കും ഞങ്ങൾ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. പ്രവാചകന്മാരുടെ പ്രതീക്ഷ, പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം, അത് മിശിഹ തന്നെയാണ്. കൂടെ വസിക്കാൻ ഇമ്മാനുവലായി കടന്നു വരുന്ന ഈശോയെ ഈ കുഞ്ഞു മക്കൾക്കൊപ്പം നമുക്കും ആരാധിക്കാം, സ്തുതിക്കാം. എമ്മാനുവൽ എമ്മാനുവൽ ദൈവം നമ്മോടു കൂടെ. എമ്മാനുവൽ എമ്മാനുവൽ ദൈവം നമ്മോടു കൂടെ. The Lord is with us. എമ്മാനുവൽ എമ്മാനുവൽ ദൈവം നമ്മോടു കൂടെ. The Lord is with us.
ഈ സ്ഥാപനം വെറും ആഗ്രഹങ്ങളുടെ ഒരു പൂർത്തീകരണമായിട്ടല്ല ഉയർന്നു വന്നത്. ഇത് നിയോഗങ്ങളുടെ പൂർത്തീകരണമാണ്. നിയോഗങ്ങളുടെ നിറവേറ്റൽ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. കാരണം സമീപ പ്രദേശത്തുള്ള കൊച്ചു കുട്ടികൾക്ക് എളുപ്പത്തിന് വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പ്ലേ സ്കൂളായി പ്രൊവിൻഷ്യൽ ഹൗസിനോടനുബന്ധമായി ആരംഭിച്ച് 4ാം ക്ലാസ് കൊണ്ട് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചതാണെങ്കിലും ഇത് അവിടെ നിന്ന് മാറി ഇവിടെ ഒരു സ്ഥാപനമായി, ഒരു ജൂനിയർ കോളേജായി വളർന്നു വരണമെന്ന് ദൈവം അനാദിയിലേ കണ്ടു. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാർമൽ സ്കൂൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്. 13ാം വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കാർമൽ സ്കൂളിൻ്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരിയേറെ നേട്ടങ്ങളുണ്ട്, നന്മകളുണ്ട്. എല്ലാം കൂട്ടി യോജിപ്പിച്ചാൽ ദൈവത്തിന് നന്ദി പറയാനല്ലാതെ ഒന്നുമില്ല. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു പോരുന്ന ഈ സ്ഥാപനം ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം ആധ്യാത്മികമായ ശിക്ഷണം നൽകുന്നതിലും അങ്ങേയറ്റം ശ്രദ്ധിച്ചു വരുന്നുവെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. കുട്ടികളുടെ സമഗ്ര വികസനത്തിൽ ഇവിടെ നൽകി വരുന്ന വാല്യൂ എഡ്യൂക്കേഷൻ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ നിന്നും കടന്നു പോകുന്ന കുട്ടികൾ നല്ല ദിശാബോധത്തോടെ പ്രവർത്തിക്കണം എന്ന് ഇവിടെ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കും ഇതിനെ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പലിനും ഇവിടുത്തെ മാനേജർക്കും എല്ലാറ്റിലുമുപരി മാനേജ്മെൻറ്റിനും മൊത്തവും പ്രൊവിൻഷ്യൽ കൗൺസിലിനും നല്ല ആഗ്രഹവും നല്ല തീരുമാനങ്ങളുമുണ്ട്. ഇതിനോട് സഹകരിച്ചാണ് ഇവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പലും കുട്ടികളും മാതാപിതാക്കളും മുന്നേറുന്നതെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദിവ്യനാഥന്റെ ദിവ്യസ്വരം ദിവ്യസക്രാരിയിൽ നിന്നുയരുന്നു. ദൈവത്തിലേക്ക് ഹൃദയം ഉയർത്തുമ്പോൾ അവിടുന്ന് നമ്മിലേക്ക് ഇറങ്ങി വരും. ഇന്നലെയുടെ യാതനകളും ഇന്നിൻ്റെ ദുഃഖങ്ങളും നാളെയുടെ ആശങ്കകളും ദൈവ തിരുമുൻപിൽ ഉണർത്തിക്കുവാൻ ഇതാ നമുക്കായി ശോഭിതയും റിങ്കിയും. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ. ദാഹമോടെ ഞാനും ഈ അൾത്താരയിൽ. ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ. ദാഹമോടെ ഞാനും ഈ അൾത്താരയിൽ. കാഴ്ചയായി നൽകാം ജീവിതം മുഴുവൻ എൻ്റെ പൊന്നുനാഥനെ സ്വീകരിക്കുമ്പോൾ. ആരാധന ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ. ദാഹമോടെ ഞാനും ഈ അൾത്താരയിൽ.
വാസികൾ ഭൂവാസികൾ തിരുമുൻപിൽ നിൽക്കും നിമിഷമിതാ ദ്രോവേന്മാർ പാടുന്നു ശ്രാപ്പേന്മാർ വാഴ്ത്തുന്നു ക്രോവേന്മാർ പാടുന്നു സാപ്പേന്മാർ വാഴ്ത്തുന്നു അവരോട് ഞാനും ഒന്നായി ആരാധന സ്തുതികളേകുന്നു ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ ദാഹമോടെ ഞാൻ ഈ അൾത്താരയിൽ ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ ദാഹമോടെ ഞാൻ ഈ അൾത്താരയിൽ കാഴ്ചയായി നൽകാം ജീവിതം മുഴുവൻ നിന്റെ പൊന്നുനാഥനെ സ്വീകരിക്കുമ്പോൾ ആരാധന ദിവ്യസക്രാരിയിൽ നിന്നിതാ ആഗതനാകുന്നു എന്നീശോ ദാഹമോടെ ഞാൻ ഈ അൾത്താരയിൽ പാലാപ്പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനം അനേകർക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് എടുത്തു പറയുവാൻ എനിക്ക് ഏറെ ആനന്ദമുണ്ട്. ആനന്ദത്തോടും സന്തോഷത്തോടും കൂടെ ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിലെ കുട്ടികളെയും ഇവിടുത്തെ അധ്യാപകരെയും മാതാപിതാക്കളെയും ഇവിടുത്തെ ഡയറക്ടറെയും ലോക്കൽ മാനേജരെയും എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിന് ഞാൻ ഭരമേൽപ്പിക്കുകയാണ്. അമ്മയുടെ പ്രത്യേക സംരക്ഷണയിലും മധ്യസ്ഥതയിലുമാണ് ഈ സ്ഥാപനം വളർന്നു വന്നിട്ടുള്ളത്. അമ്മയുടെ നിരന്തരമായ സാന്നിധ്യവും സാമീപ്യവും ഈ സ്ഥാപനത്തോടുകൂടി എപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും 100 നന്മകൾ നേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ അനുഗ്രഹം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. Saint Francis Xavier is considered one of the greatest missionary since the time of apostles. The zeal he displayed, the great number of miracles he performed, and a great number of souls that he brought to the light of true faith. Through our next play, we invite you to some of the life sequence of Saint Francis Xavier. Plato's impact on philosophy and the nature of humans has had a lasting impact far beyond his homeland of Greece. His work covered a broad spectrum of interest and ideas: mathematics, science, and nature morals, political theory. How is it? I feel I have to improve yet. You've done it excellently well. Words flow from your mouth as water flows from a fountain. You are the pride of the Sorbonne University. It is my ambition to be the pride of the whole kingdom of knowledge. Why just Sorbonne? Why not in Spain, in Italy, Germany, Portugal, the whole of Europe, the whole world as well? Imagine, wherever Francis Xavier goes, people holding their breath and listening to him. Your ambition makes you float in the air like a kite. But remember, it is God who holds the string. Never would I forget my God. My mother wants me to be a great scholar. That's why she sent me to Sorbonne, the best university in the whole of Europe. I will not disappoint her. My mother
should wonder at my success. I will thus redeem the lost glory of the Savior family. You have it in your blood. Your father, John Savio, was a graduate from the University of Bologna in Italy, and your mother, Lady Maria, hailing from a noble family. My mother, a widow. My sisters, my two brothers, all living in Spain with great hopes about me. I will not disappoint them. I know how earnest you are and how you love them all. Francis, it's already late. Shall I take leave? Good night, and God bless you. God bless you, Christopher, and good night. Francis, why are you sitting up so late at night? I thought you already went to bed. I just looked in, seeing the lights. I want to make the professors spellbound, not just impress them. Spellbound? Impressed? What do you mean? I am practicing a lecture to be made in the class tomorrow before the professors. I want to be excellent. Excellent you are already. You are the brightest of the whole Sorbonne. And now you want to excel yourself? Fame, reputation, money, power, all these worldly things rob you of your sleep. Ask for the will of God before you run behind this rubbish. My dearest friend Ignatius, all my friends encourage me. And you? I don't discourage, but this is madness. Francis, time dissipates and scatters riches, fame, position. Have you ever thought about that? But is it bad to study well, to be famous, rich, and be respected by all? What profits a man if he gains the whole world but loses his soul? Oh, you have told me this 100 times before. No time. Jesus Christ. These are his words in the Holy Scriptures of St. Matthew. Jesus? Saint Matthew? But is it a sin to study well? Oh, I'm confused. Every time I hear those words, I feel like a sword cutting deep into my heart. Sorry for troubling you, Francis. Oh, by the by, here is a letter for you. Hope it is from your mother. Read it, relax, and go to bed with sweet remembrances of your mother. See you. Oh, it's from Anna, my sister. But it's not her habit. Dear Francis, sad news. Perhaps the saddest of all. Our dear mother passed away. She was buried in the church near our house. Before breathing her last, she called you by name. She spoke as if you were near and asked you to study well and become a great scholar one day. Please pray for her poor departed soul and never let her last wish die in your heart. Your dear Anna. Sweet remembrances of my mother. The last spark in my heart has died out. Oh, my dear,
Dear mother, I will keep my promise. I will fulfill your dream. Oh, Jesus, bless my sweet mother. Save her soul. Oh, Jesus. But what profits a man if he gains the whole world but loses his soul? Ignatius, have you not gone yet? No one is here. Who said it? Francis, it is me, Jesus Christ, the one who died for the love of you. Oh, my Lord, you speak to me. I feel the touch of your hands on my shoulder. Let me get absolved into the sacred heart of my Jesus. All glories of the world vanish like clouds in the sky and pebbles in the stream. Virtue alone abides. Oh, my Jesus, what profits a man if he gains the whole world and loses his soul? Oh, Jesus, oh, Jesus, what profits a man? Oh, my sweet mother, now I will learn the ways of our Lord. Oh, Jesus, what profits a man? Oh, Jesus. ഇന്നത്തെ സർഗോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ കീപ് വാച്ചിങ്.